നമസ്കാരം. സീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. അംഗനവാടി ജീവനക്കാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്രം. അംഗനവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി നിയമിക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും കേന്ദ്രം. മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് മറുപടിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്രമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് തേടിയെന്നത് കുറ്റകരമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് മോശമായ കാര്യമെന്നും മന്ത്രി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി ആശമാരുടെ രാജ്യവ്യാപക സമരം. SUCIക്കാർ ആശമാരെ ചൂഷണം ചെയ്യുകയാണെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ യൂണിയൻ CITU അഖിലേന്ത്യാ പ്രസിഡന്റ് PP പ്രേമ. കേന്ദ്രത്തോട് സമരം ചെയ്യാൻ അവർ തങ്ങൾക്കൊപ്പം ചേരണമെന്നും PP പ്രേമ ആവശ്യപ്പെട്ടു. ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. KC വേണുഗോപാലിന്റെ ചോദ്യം വിഷയത്തിലൂന്നിയുള്ളതല്ലെന്നാണ് JP നദ്ദയുടെ മറുപടി. വീണ ജോർജുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് JP നദ്ദ. SUCI നേതൃത്വത്തിൽ നടക്കുന്ന ആശാ സമരത്തിൽ നിയമസഭയിൽ കണക്കുകൾ വ്യക്തമാക്കി മന്ത്രി MB രാജേഷ്. സമരം ഒത്തുതീർപ്പാക്കാത്തതിന് കാരണം സമരക്കാരുടെ നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമെന്നും മന്ത്രി. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിനാണ് വിമർശനം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. കേന്ദ്ര വായ്പ ചെലവഴിക്കാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കള്ളപ്പണം പിടികൂടി. കള്ളപ്പണം പിടികൂടിയത് ജഡ്ജിയുടെ വീട്ടിലെ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ സുപ്രീംകോടതി കൊളീജിയത്തിന്റെ തീരുമാനം. ജുഡീഷ്യറിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ പ്രതിഫലനമെന്ന് കപിൽ സിബൽ. LDF സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് TP രാമകൃഷ്ണൻ. LDF സർക്കാരിന്റെ 4ാം വാർഷികം വിപുലമായി ആഘോഷിക്കും. ഏപ്രിൽ 21 മുതൽ മെയ് 23 വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ബഹുജന റാലികൾ സംഘടിപ്പിക്കും. തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ നഷ്ടപരിഹാരം വിതരണം ചെയ്തു. 2900 പേർക്ക് വിതരണം ചെയ്തത് 8.26 കോടി രൂപ. പ്രധാനമന്ത്രി സമയം ലഭിച്ചാൽ ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിംഗ് നടത്തുമെന്ന് മന്ത്രി VN വാസവൻ. കണ്ണൂർ കൈതപ്രം കൊലപാതകത്തിൽ പ്രതി ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി. തോക്ക് കണ്ടെത്തിയത് കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും. മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ്. കോട്ടയത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ വീടിന് സമീപം കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറ്റുമാനൂർ പട്ടിത്താനത്ത് താമസിക്കുന്ന S ഗണേഷ് കുമാറാണ് മരിച്ചത്. കണ്ണൂരിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച ഗണേഷ് കുമാറിന് ഉച്ചയ്ക്ക് തെള്ളകത്തെ ഓഫീസിൽ യാത്രയയപ്പ് ചടങ്ങ് ക്രമീകരിച്ചിരുന്നു. എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ വീട്ടിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFIയുടെ നേതൃത്വത്തിൽ MG സർവകലാശാലയിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം തുടരുന്നു. ഗവേഷക വിദ്യാർത്ഥികളുടെ 24 മാസത്തെ ഫെലോഷിപ്പ് ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യത്തിലാണ് പ്രതിഷേധം. സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. കോട്ടയം തലയോലപ്പറമ്പിൽ സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ. അലക്ഷ്യമായി ഓവർടേക്ക് ചെയ്ത ബസ് ഇടിക്കാതിരിക്കാൻ എതിർദിശയിലെത്തിയ കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിർത്തി. ഇന്ന് രാവിലെ 10 മണിയോടെ വെട്ടിക്കാട്ടുമുക്ക് ജംഗ്ഷനിലാണ് സംഭവം. ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്ന് തലയോലപ്പറമ്പ് പോലീസ്.
മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ജോൺ ബ്രിട്ടാസ് MP. അമിത്ഷാ പറഞ്ഞത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയില്ല എന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ വലിയ ആശങ്ക കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് MP. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുന്നെന്ന് ജോൺ ബ്രിട്ടാസ് MP. സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർമാരെ ഉപയോഗിക്കുന്നു. 1-2 മാസത്തിലേറെയായി ഗവർണർമാരുടെ അംഗീകാരത്തിനായി നിരവധി ബില്ലുകൾ കാത്തുകിടക്കുന്നെന്നും ജോൺ ബ്രിട്ടാസ് MP. മാർച്ച് 31-ന് കേരളം മാലിന്യമുക്തമെന്ന് പ്രഖ്യാപിക്കുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. മുഴുവൻ പാർട്ടി ഘടകങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകും. ഈ മാസം 25 മുതൽ 31 വരെ വാർഡടിസ്ഥാനത്തിൽ പരിപാടികൾ നടത്തുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. കേരളത്തിലെ മാധ്യമങ്ങൾ നെഗറ്റീവ് വാർത്തകൾ സൃഷ്ടിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കാണാൻ തയ്യാറാകാതിരുന്ന കേന്ദ്രമന്ത്രി JP നദ്ദയെ വിമർശിക്കുന്നില്ല. കാണാൻ പോയ മന്ത്രി വീണ ജോർജിന് ആത്മാർത്ഥതയില്ലെന്നാണ് മാധ്യമങ്ങൾ പറയുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. മലപ്പുറം കോട്ടക്കലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അസം സ്വദേശിയുടെ മരണം കൊലപാതകം. 23-കാരനായ ഹബീൽ ഹുസൈനാണ് മരിച്ചത്. സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ക്യൂബൻ ഉപപ്രധാനമന്ത്രി മാർട്ടിനസ് ഡയസുമായി സംസ്ഥാന മന്ത്രിമാർ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യം, കായികം, യുവജനകാര്യം തുടങ്ങിയ മേഖലകളിൽ ക്യൂബയുമായുള്ള സഹകരണം ഉൾപ്പെടെ ചർച്ചയായി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ തമ്മിൽ തല്ലിനിടെ 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പലസ്തീന് നേരെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇടതു സംഘടനകൾ. ദില്ലി ജന്തർ മന്ദറിൽ പലസ്തീൻ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം അറിയിച്ചു. ഇസ്രായേലിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നതിൽ പഠനം വേണമെന്ന് കൊച്ചി മെട്രോ. മെട്രോയുടെ തൂണുകൾക്കോ പാളത്തിനോ കേടുപാടുകൾ സംഭവിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക. പഠനം നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കൊച്ചി മെട്രോ കളക്ടർക്ക് കത്ത് നൽകി. വന്യജീവി ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് കേരളത്തിലല്ലെന്ന് കേന്ദ്രം. സംസ്ഥാനങ്ങളിൽ കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് മഹാരാഷ്ട്രയിലാണ്. 218 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കേരളത്തിൽ 2 മരണങ്ങളാണ് സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ. കേരളത്തിനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിച്ച് ദേശീയ നാർക്കോട്ടിക് ബ്യൂറോയുടെ കണക്കുകൾ. പാർലമെന്റിൽ V. ശിവദാസൻ MPയുടെ ചോദ്യത്തിന് ആഭ്യന്തര മന്ത്രാലയം നൽകിയ മറുപടിയിലാണ് കേരളം ലഹരി ഉപയോഗത്തിൽ ഒന്നാമതെന്ന വ്യാജവാർത്ത പൊളിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത്. ലഹരി വ്യാപനത്തിൽ കടുത്ത തീരുമാനങ്ങളുമായി മഹല്ല് കമ്മിറ്റികൾ. ലഹരിക്കെതിരെ സംരക്ഷണ വലയം തീർക്കാൻ പുതുപ്പാടിയിൽ ചേർന്ന മഹല്ല് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ലഹരി ഉപയോഗിക്കുന്നവർക്ക് വിവാഹം നടത്തിക്കൊടുക്കില്ലെന്നും യോഗത്തിൽ ധാരണ. മയക്കുമരുന്നിനെതിരായ നടപടികൾ ശക്തമാക്കിയതോടെ പൊതുശുചിമുറികൾ താവളമാക്കി മയക്കുമരുന്ന് ലോബി. ആലുവ KSRTC ബസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ നിന്നും സിറിഞ്ചും മറ്റുപകരണങ്ങളും കണ്ടെത്തി. പണം നൽകി ടോയ്ലറ്റിൽ കയറി പലരും ഏറെ നേരം ചെലവഴിക്കാറുണ്ടെന്ന് ശുചിമുറി ജീവനക്കാരൻ. ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയ കേസിൽ 2ാം പ്രതി 2 വർഷത്തിനു ശേഷം പിടിയിൽ. ഗൂഡല്ലൂർ സ്വദേശി ജോമോനാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത്.
കോഴിക്കോട് പേരോട് MIM HSSൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദിച്ച ഹോട്ടലിന് സമീപത്തെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സീനിയർ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു. മുംബൈയിലെ വിവിധ ഭാഗങ്ങളിൽ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്ത് കെയർ ഫോർ മുംബൈ. മഹാനഗരം ശക്തമായ ചൂടിൽ വെന്തുരുകുമ്പോഴാണ് കരുതലിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇഫ്താർ കിറ്റുകൾ നിരവധി നിരാലംബർക്ക് ആശ്വാസമേകിയത്. ഹജ്ജ് തീർത്ഥാടനത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിനുള്ള എംബാർക്കേഷൻ പോയിന്റ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായി ET മുഹമ്മദ് ബഷീർ MP. ടിക്കറ്റിനത്തിൽ മറ്റ് വിമാനത്താവളങ്ങളെക്കാൾ ഉയർന്ന തുകയാണ് ഈടാക്കുന്നതെന്നും ആരോപണം. പത്തനംതിട്ട ഏഴംകുളം തേപ്പുപാറയിലുള്ള കുന്നുകൾ സംരക്ഷിക്കാൻ കവികൾ ഒത്തുചേർന്നു. ചീരംകുന്ന്, വേളമുരുപ്പ് ഉൾപ്പെടെയുള്ള കുന്നുകൾ സംരക്ഷിക്കാനായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് കാവ്യ പ്രതിരോധം സംഘടിപ്പിച്ചത്. കുട്ടനാട് ജനതയുടെ സ്വപ്നമായ പദഹാരം പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. നെടുമുടി പഞ്ചായത്ത് യോജിപ്പിക്കുന്ന ഈ പാലം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണ്. ഉത്തരേന്ത്യയിൽ മുതലമട മാങ്ങയ്ക്ക് ആവശ്യക്കാരേറെയാണ്. ഒരു ദിവസം 250 ടണ്ണോളം മാങ്ങയാണ് പാലക്കാട് മാങ്ങാ സിറ്റിയിൽ നിന്നും രാജ്യത്തെ വിപണിയിലേക്ക് കയറ്റിവിടുന്നത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഉത്തരേന്ത്യൻ വിപണിയിൽ മുതലമട മാങ്ങയ്ക്ക് ആവശ്യക്കാർ ഏറെയാകുന്നത്. സമം സമാഗമം പരിപാടിക്ക് സമാപനം. നിശാഗന്ധിയിൽ നടന്ന സമാപന സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടി മാനവ സമത്വമെന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വസ്ത്രപാരമ്പര്യത്തിന്റെ ചരിത്രം വിശദമാക്കുന്ന വസ്ത്രശില്പ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിലെ കനകധാര മ്യൂസിയത്തിലാണ് ഉടലും ഉടുപ്പും എന്ന പേരിൽ 5 ദിവസത്തെ മ്യൂസിയം പ്രദർശനം സംഘടിപ്പിച്ചത്. ഏറെക്കാലമായി തരിശായി കിടന്ന പാടം പൊന്നണിയിച്ച് കോഴിക്കോട് ജില്ലയിലെ മൂടാടി ഗ്രാമപഞ്ചായത്ത്. ജനകീയ ആസൂത്രണ പദ്ധതി 2024-25 ഉൾപ്പെടുത്തി തരിശുരഹിത ചാക്കര പാടശേഖരം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്. കർണാടകയിൽ ഹണി ട്രാപ്പ് വിവാദത്തിൽ കുടുങ്ങി മന്ത്രിമാരും പ്രതിപക്ഷത്തെ ഉന്നതരും. സംസ്ഥാനത്തെ 48 MLA-മാർ ഹണി ട്രാപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ. വിഷയത്തിൽ അന്വേഷണം നടത്താനും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്ക് മാത്രം ചിലവായത് 22 കോടിയോളം രൂപ. 2022 മെയ് മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്കുകളാണ് പുറത്തുവന്നത്. രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചോദ്യത്തിന് മറുപടിയായാണ് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ വിവരങ്ങൾ പങ്കുവച്ചത്. കർണാടകയിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ച് കന്നഡ അനുകൂല സംഘടനകൾ. മറാത്തി സംസാരിക്കാത്തതിന്റെ പേരിൽ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് കണ്ടക്ടറെ ആക്രമിച്ചതിനെതിരെയാണ് പ്രതിഷേധം. മറാത്തി ഗ്രൂപ്പുകളെ നിരോധിക്കണമെന്നാണ് കന്നഡ അനുകൂല സംഘടനകളുടെ ആവശ്യം. ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിൽ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി. ദില്ലിയിൽ സൗരഭ് ഭരദ്വാജ്, പഞ്ചാബിൽ മനീഷ് സിസോദിയുമാണ് AAPയെ നയിക്കുക. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയാണ് നീക്കം. സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗമല്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിൽ അപലപിച്ച് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യം. വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും മന്ത്രി.
പൊതുപരിപാടിയിൽ ദേശീയഗാനം ആലപിക്കുന്നതിനിടെ ചിരിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ വ്യാപക വിമർശനം. പട്നയിൽ നടക്കുന്ന സെപക് താക്രോ ലോകകപ്പ് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിവാദ പരാമർശവുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. തിരുപ്പതി ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രം ജോലി നൽകിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി. ഇതര മതസ്ഥരെ മാറ്റുമെന്നും വിവാദ പരാമർശം. ചന്ദ്രബാബു നായിഡുവിനെതിരെ പ്രതിഷേധം ശക്തം. ഭാരത് ബയോടെക്കിൽ ഇനി മുതൽ സെൽ ആൻഡ് ജീൻ തെറാപ്പി സൗകര്യം. ജീനോം വാലിയിലാണ് CGT സ്ഥാപിക്കുക. നീക്കം ക്യാൻസറിനും ജനിതക രോഗങ്ങൾക്കുമെതിരെ പുതിയ പോരാട്ടത്തിന്റെ ഭാഗമായി. മഹബൂബാബാദിലുണ്ടായ ഓട്ടോറിക്ഷ അപകടത്തിൽ 17 സ്ത്രീകൾക്ക് പരുക്കേറ്റു. 5 പേരുടെ നില അതീവ ഗുരുതരം. പരുക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടത് ഫത്തേപുരം ഗ്രാമത്തിൽ നിന്നുള്ള ദിവസവേതനക്കാരായ തൊഴിലാളികൾ. ഇറാനുമായി കലഹത്തിന് വന്നാൽ US കനത്ത തിരിച്ചടി നൽകും. മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. പ്രതികരണം: ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനെ കുറ്റപ്പെടുത്തി ട്രംപ് രംഗത്തെത്തിയതിനു പിന്നാലെ. ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസി മേധാവിയെ പുറത്താക്കി ഇസ്രായേൽ. നടപടി ഹമാസ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന റിപ്പോർട്ടിന് പിന്നാലെ. ഷീൻ ബെറ്റിന്റെ തലവൻ റോനൻ ബാറിന്മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തലസ്ഥാനമായ ഖാർത്തൂമിലെ പ്രസിഡന്റിന്റെ കൊട്ടാരം തിരിച്ചുപിടിച്ചെന്ന് സുഡാൻ സൈന്യം. നിയന്ത്രണം ഏറ്റെടുത്തത് 2 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ. കൊട്ടാരം ഭാഗികമായി തകർന്ന നിലയിൽ. വൈദ്യുത സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തെ തുടർന്ന് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളം അടച്ചു. പ്രതിസന്ധിയിലായി ആഗോള വ്യോമഗതാഗതം. ഇന്ന് മാത്രം റദ്ദാക്കിയത് 1400 വിമാന സർവീസുകൾ. വ്യോമഗതാഗതം സാധാരണ നിലയിലാകാൻ ദിവസങ്ങൾ എടുത്തേക്കുമെന്ന് അധികൃതർ. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. രാജ്യം നേട്ടം സ്വന്തമാക്കുന്നത് 8ാം തവണ. 147 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 118ാം സ്ഥാനത്ത്. ഇതുവരെയുള്ള ഏറ്റവും താഴ്ന്ന റാങ്കിംഗാണ് അമേരിക്ക രേഖപ്പെടുത്തിയത്. അമേരിക്കയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. ഇതിനായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചു. പൊതുവിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണ ചുമതല സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഉത്തരവ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിലും വെടിനിർത്തലിലും ലോകരാജ്യങ്ങൾക്ക് നൽകിയ വാക്ക് റഷ്യ പാലിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. വാഗ്ദാനം പാലിക്കാൻ ലോകരാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സെലൻസ്കി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓക്സിജൻ സപ്പോർട്ടില്ലാതെ ശ്വസിക്കാൻ തുടങ്ങിയെന്ന് വത്തിക്കാൻ. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായും റിപ്പോർട്ട്. മാർപ്പാപ്പ ആശുപത്രിവാസത്തിൽ കഴിയാൻ തുടങ്ങിയിട്ട് 1 മാസം. കനേഡിയൻ പൗരന്മാരെ ചൈനയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് നിയമാനുസൃതമായെന്ന് ചൈന. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് കനേഡിയൻ പൗരന്മാർക്കെതിരെ വധശിക്ഷ നടപ്പാക്കിയത്. UAE മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്ന് 350 തടവുകാരെ വിട്ടയച്ച് റഷ്യയും ഉക്രൈനും. 175 ഉക്രൈനിയൻ തടവുകാരെയും 175 റഷ്യൻ തടവുകാരെയുമാണ് വിട്ടയച്ചത്. ഇതോടെ UAE ഇടപെട്ട് മോചിപ്പിച്ച തടവുകാരുടെ എണ്ണം 3233 ആയി. ഹമദ് വിമാനത്താവളത്തിൽ 2 പുതിയ കോൺകോഴ്സുകൾ കൂടി തുറന്നു. നടപടി വിമാനത്താവള വിപുലീകരണത്തിന്റെ ഭാഗമായി. വിമാനത്താവളത്തിന്റെ പ്രതിവർഷ യാത്രക്കാരുടെ ശേഷി 6.5 കോടിയിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം.
പ്രവാസി നൽകിയ വിശ്വാസവഞ്ചന പരാതിയിൽ കുവൈത്തി പൗരനെതിരെ അന്വേഷണം. 36 കോടിയിലേറെ രൂപ ഇന്ത്യൻ രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. പ്രതി പിടിയിലായത് ഓഡിറ്റ് നടത്തിയതോടെ. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകരുടെ ബസ്സിന് തീപിടിച്ച് 6 മരണം, 14 പേർക്ക് പരുക്കേറ്റു. ഇന്തോനേഷ്യൻ ഉംറ തീർത്ഥാടകരാണ് മരണപ്പെട്ടത്. ബസ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞ് തീപിടിക്കുകയായിരുന്നു. കുവൈത്തിൽ നിന്ന് പ്രതിമാസം നാടുകടത്തുന്നത് 3000 പ്രവാസികളെ. ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ജുഡീഷ്യൽ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലോ പൊതുതാൽപര്യത്തിൽ പുറപ്പെടുവിച്ച ഭരണപരമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലുമാണ് നടപടി. അനധികൃത ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതിന് തെലങ്കാനയിൽ 25 പ്രമുഖ നടന്മാർക്കെതിരെ കേസെടുത്തു. പ്രകാശ് രാജ്, റാണ ദഗുപതി, വിജയ് ദേവരകൊണ്ട തുടങ്ങിയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. വ്യവസായി ഫണീന്ദ്ര ശർമ്മ നൽകിയ പരാതിയിലാണ് കേസ്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.